നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ നിർണായക പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ. ഇറാനിലെ ഭരണമാറ്റം അസ്വീകാര്യമാണെന്നാണ് റഷ്യ പ്രതികരിച്ചത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ തൊട്ടാൽ പാണ്ടോറയുടെ പെട്ടി തുറക്കും പോലെ ഇസ്രയേലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് റഷ്യ നൽകുന്നു. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഒരു വിദേശ മാധ്യമ സംഘടനയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുകയും ഇറാനെതിരായ ഇസ്രയേലിന്റെ സൈനിക നടപടിയിൽ അമേരിക്ക പങ്കുചേരുമോ എന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കുമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനും പിന്നാലെയാണ് റഷ്യയുടെ പ്രതികരണം വന്നത്. സ്ഥിതിഗതികൾ അങ്ങേയറ്റം പിരിമുറുക്കമുള്ളതാണ്. അത് മേഖലയ്ക്ക് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അപകടകരമാണ്. സംഘർഷം ഇനി വിപുലമാക്കരുത്, ദിമിത്രി പെസ്കോവ് പറഞ്ഞു. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ അഭിപ്രായങ്ങളാണ് ക്രെംലിൻ വക്താവിന്റെ പ്രസ്താവനയിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ റഷ്യയും ചൈനയും പരസ്പരം സംസാരിച്ചിരുന്നു. ഫോണിലൂടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും സംസാരിച്ചത്. സംഘർഷം ലഘൂകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കിയിരുന്നു. UN മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന ഇസ്രയേലിന്റെ നടപടികളെ പുടിനും ഷീ ജിൻപിങ്ങും ശക്തമായി അപലപിക്കുകയും ചെയ്തു. അതേസമയം സംഘർഷത്തിൽ നയതന്ത്ര പരിഹാര നീക്കവും ശക്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ജനീവയിൽ നടക്കും. UK, ഫ്രഞ്ച്, ജർമ്മൻ വിദേശകാര്യമന്ത്രിമാരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ഇതിനിടെ ഇറാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ പരമ്പരയെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തതായി ഇസ്രായേൽ പ്രതികരിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണങ്ങളാണ് തടഞ്ഞത്. ചാവുകടലിന് മുകളിലൂടെ എത്തിയ 3 ഡ്രോണുകളും തകർത്തവയിൽ ഉൾപ്പെടുന്നതായി ഇസ്രായേൽ സേന അറിയിച്ചു. പുലർച്ചെ 3 മണിയോടെ മുന്നറിയിപ്പ് സാധനങ്ങൾ മുഴങ്ങിയിരുന്നു. പിന്നാലെയാണ് ഡ്രോണുകൾ തകർത്തത്. ഇതിനിടെ വടക്കൻ ഇറാനിലെ ഒരു വ്യാവസായിക മേഖലയ്ക്ക് സമീപം ഇസ്രായേൽ സ്ഫോടനം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. പ്രദേശത്ത് നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകുവാൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം. ഇസ്രായേൽ നഗരമായ ബീർഷെബ ലക്ഷ്യമാക്കിയും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. നഗരത്തിലെ കെട്ടിടത്തിലേക്ക് മിസൈൽ പതിച്ച് ഒട്ടേറെ വീടുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. ബീർഷെബയിലെ മൈക്രോസോഫ്റ്റ് കെട്ടിടത്തിനടുത്തു നിന്ന് തീ ഉയർന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ദക്ഷിണ ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കുറച്ചുപേർക്ക് പരിക്കുണ്ട്. ആശുപത്രി തകർത്തു എന്ന ഇസ്രായേലിന്റെ അവകാശവാദം ഇറാൻ തള്ളി. ഇറാന്റെ പ്രതിരോധ നടപടികൾ കൃത്യവും അന്താരാഷ്ട്ര നിയമവുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്നതുമാണെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതോ അല്ലെങ്കിൽ ആക്രമിച്ചതോ പിന്തുണച്ചതായോ ആയ ഇടങ്ങൾ മാത്രമേ ഇറാൻ ലക്ഷ്യമിട്ടിട്ടുള്ളൂ എന്നും ഇറാൻ UN-നെ അറിയിച്ചു. ഇതിനിടെ ഇസ്രയേൽ ആക്രമണം അവസാനിക്കുന്നതുവരെ US-മായി യാതൊരു ചർച്ചയ്ക്കുമില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയെ ഉദ്ധരിച്ച് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനെതിരായ ഇസ്രയേലിന്റെ പാർട്ണർ ഇൻ ക്രൈം ആണ് US എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ആക്രമണത്തിനായി ഇറാൻ തിരഞ്ഞെടുക്കാറില്ലെന്നും എന്നാൽ ഇസ്രയേൽ ഗാസയിലെ ആശുപത്രികളടക്കം മനഃപൂർവ്വം ലക്ഷ്യമിടുന്നുവെന്നും അരാഗ്ചി പറഞ്ഞു. അതേസമയം അരാഗ്ചിയെ വധിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ ശ്രമം ഇറാൻ സുരക്ഷാ സേന പൊളിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. റെൻഷ് ബറാൻ എക്സിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ജനീവയിൽ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുവാൻ അരാഗ്ചി പുറപ്പെടുന്നതിന് മുൻപാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. ഇതിനിടെ ജനീവയിൽ അരാഗ്ചിയും UK, ഫ്രാൻസ്, ജർമ്മനി രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജോൺ നോയൽ ബാഹോ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ചർച്ച നടത്തി. ഇറാനുമായി ഏതു നിമിഷവും നേരിട്ട് ബന്ധപ്പെടുവാൻ US തയ്യാറാണെന്നാണ് റൂബിയോ അറിയിച്ചതായി ഫ്രാൻസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നയതന്ത്രപരമായി പരിഹാരം കാണുകയാണ് ജനീവയിലെ യോഗത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം ഇറാൻ വിഷയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അങ്ങേയറ്റം ആശങ്കയുണ്ടെന്ന് US കോൺഗ്രസിലെ ഡെമോക്രാറ്റ് അംഗവും ഇറാനിയൻ വംശജനുമായ യാസാമിൻ അൻസാരി പറഞ്ഞു. US കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ അംഗമാണ് അൻസാരി. പ്രസിഡന്റ് ഓരോ ദിവസവും അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ആരും വിശ്വസിക്കുന്നത് പോലുമില്ല. നയതന്ത്ര വഴിയിലൂടെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അമേരിക്കൻ സൈനികരുടെ ജീവൻ അനാവശ്യമായി നഷ്ടപ്പെടുത്തരുതെന്നും അൻസാരി BBC-യോട് പറഞ്ഞു. മേഖലയിൽ US-ന് വിജയകരമായ ഒരു ചരിത്രമില്ലെന്നും ഇടപെടരുതെന്നും ഇറാഖിലെ യുദ്ധം ചൂണ്ടിക്കാട്ടി അൻസാരി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.